ഇപ്പോൾ സുധാകരൻ മാറുമ്പോൾ പകരം ആര് വരും എന്നുള്ള ചർച്ചയിൽ ഒരുപാട് പേരുകൾ ഉയർന്നു വരുന്നുണ്ടെന്ന്. കെ മുരളീധരൻ്റെ പേരുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, റോജി എം ജോണിൻ്റെ വരെ പേര് പരിഗണിച്ചിരുന്നു. അടൂർ പ്രകാശ് തനിക്കാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ആവുന്നതിനോട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഖാർഗെയ്ക്ക് ഉണ്ടായേക്കാം. ഇപ്പോൾ സജീവമായ പരിഗണനകളുള്ള പേര് ബെന്നി ബെഹനാനും അതുപോലെ അടൂർ പ്രകാശും കെ മുരളീധരനുമാണ്. 12 പേരുടെ പട്ടിക സുനിൽ കനകോലു കൊടുത്തിട്ടുണ്ട് AICC നേതൃത്വത്തിന് വരാൻ സാധ്യതയുള്ള ആളുകളെക്കുറിച്ച്. അതിൽ മുരളീധരൻ്റെ പേരിന് കുറച്ച് പ്രോമിനൻസ് ഉണ്ട്. കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നത് മുരളീധരനെയാണ്. അതായത് കനകോലു ടീം നടത്തിയിട്ടുള്ള സർവേയിൽ കേരളത്തിൽ കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നത് മുരളീധരനെയാണ് എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സാമുദായിക സന്തുലനം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. മുഖ്യമന്ത്രി ഒരു സമുദായത്തിൽ നിന്നാവുമ്പോൾ KPC അധ്യക്ഷൻ മറ്റു സമുദായത്തിൽ നിന്നാവണം എന്നുള്ളതൊക്കെയാണ് അവരുടെ ലൈൻ. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരൊക്കെയാണെന്നുള്ള ലൈനപ്പ് വെച്ചിട്ട് അടുത്ത അധ്യക്ഷൻ ആരാണെന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത രീതി. അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സുധാകരൻ ആവുന്നത് ഈഴവ സമുദായത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുക, കാലങ്ങളായി കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമുദായത്തെ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനെത്രമാത്രം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വോട്ട് കിട്ടിയോ ഇല്ല എന്നുള്ളതിനപ്പുറം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണമല്ലോ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അടൂർ പ്രകാശിൻ്റെ പേര് വരുന്നത് പോലും SNDP യോഗവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം വെച്ചിട്ടാണ്. പക്ഷേ അടൂർ പ്രകാശ് വരുന്നതിനോട് സുധാകരൻ അത്ര താല്പര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പിന്നെയുള്ളത് ഈ ക്രിസ്ത്യൻ സമുദായം. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊരു ടവറിങ് ലീഡർ കോൺഗ്രസ്സിലില്ല എന്നൊരാക്ഷേപം കോൺഗ്രസ്സിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ മരണശേഷം അങ്ങനെ ഒരു ലീഡർ എടുത്തു കാണിക്കാനില്ല. പിന്നെയുള്ളത് ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ പക്ഷേ ഒരു ഗ്രൂപ്പ് മാനേജർ എന്നതിനപ്പുറം അദ്ദേഹത്തിന് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശേഷിയുള്ള, ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രഭാവമുള്ള ഒരു ലീഡറാണെന്ന് പറയാനും കഴിയില്ല. പിന്നെ ഈ യുവതലമുറ എന്ന നിലയിൽ റോജി എം ജോണിൻ്റെയൊക്കെ പേര് ഈ 12 പേരുടെ പട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ മുരളീധരന് അവിടെ ഒരു എഡ്ജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ കരുണാകരൻ്റെ ഒരു ലെഗസി, പിന്നെ കോൺഗ്രസ് കണ്ട ഏറ്റവും മികച്ച KPCC അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു മുരളീധരൻ. അതുമാത്രവുമല്ല, ഷാർപ്പ് ഷൂട്ടറാണ്, പൊളിറ്റിക്കൽ ഷാർപ്പ് ഷൂട്ടറാണ് മുരളീധരൻ. അങ്ങനെ ഷാർപ്പായി രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിൽ അപൂർവമാണ് എന്നുള്ളതാണ് മുരളീധരൻ അതിലൊരു എഡ്ജ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സാമുദായിക സന്തുലനം എന്ന് പറഞ്ഞാൽ ഓരോ സമുദായത്തിൽ നിന്ന് ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണോ, അതല്ല ആ സമുദായങ്ങളിൽ നിന്നുള്ളവർക്ക് സ്ഥാനാർത്ഥിമാരാക്കുകയാണോ, സീറ്റ് നൽകുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ നേതൃപദവികളിൽ എന്താണ്, ഓരോ സമുദായത്തിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്ത് വയ്ക്കുക, അങ്ങനെ സമുദായ സന്തുലനം നിലനിർത്തുക, അതാണോ വേണ്ടത്? അതല്ല ഇലക്ഷനിൽ സീറ്റ് വിതരണം ചെയ്യുമ്പോൾ അതിൽ സാമുദായിക സന്തുലനം പാലിക്കാറുണ്ടോ എന്നുള്ളതാണ്. അത് കോൺഗ്രസിന് ഒരിക്കലും പാലിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അതിന് പകരം അവർ ചെയ്യുന്നത് എന്താണ്, KPC അധ്യക്ഷൻ ഇന്ന സമുദായം, മുഖ്യമന്ത്രി മറ്റൊരു സമുദായം എന്നൊരു സമവായത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തിരിച്ചടിക്കുക. കാരണം കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയം പറയേണ്ട ഒരു പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാർപ്പ് ഷൂട്ടറായ ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ് വരേണ്ടത്. മറ്റൊന്ന്, സാമുദായിക സന്തുലനം എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ വോട്ട് നേടുക എന്നുള്ളത് അതിൻ്റെ ആളെ തന്നെ കൊണ്ടു നിർത്തി ചോദിച്ചിട്ടല്ല വാങ്ങുക. കരുണാകരൻ അതല്ല ചെയ്തത്. കരുണാകരൻ്റെ ഒരു ലെഗസി അതാണ്, എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കുക, അവരുടെ വോട്ട് പാർട്ടിയിലേക്ക് ആകർഷിക്കുക. അതിലൊരു ഒരു പ്രത്യേകതരം സ്കില്ലുള്ളൊരു നേതാവായിരുന്നു കരുണാകരൻ. അത് കെ മുരളീധരന് ചെയ്യാൻ കഴിഞ്ഞാൽ കെ മുരളീധരന് സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയാണ് കനകോലു ഉൾപ്പെടെയുള്ളവർ മുരളീധരൻ്റെ കാര്യത്തിൽ പറയുന്നത്. പക്ഷേ അവസാന ചർച്ചയിൽ എന്താകുമെന്ന് നമുക്കറിയില്ല. കാരണം ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയും. അടുത്ത അസംബ്ലി ഇലക്ഷൻ കൂടി അവരുടെ മുമ്പിലുണ്ട്. ഇനി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരായിരിക്കും, അത് വെച്ചിട്ട് വേണ്ട KPC അധ്യക്ഷൻ എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മൾ പരമ്പരാഗത രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായി KPC അധ്യക്ഷ സ്ഥാനം മാറും.